ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കം. സംസ്ഥാന സർക്കാരിന് മുകളിലാണ് പാർട്ടിയെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേർന്നു. വിഷ്ണു, നേരത്തെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തിരിച്ചടികൾ മോദിക്കും ഒപ്പം തന്നെ അമിത്ഷായ്ക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള നീക്കം ബി.ജെ.പിയിൽ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ വലിയ പടയൊരുക്കം യോഗി ആദിത്യനാഥിന് എതിരെ ഉണ്ടാകുമ്പോൾ അത് ദേശീയ നേതൃത്വത്തിൻ്റെ മോദിയുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആണ് എന്ന് അനുമാനിക്കാനാകുന്നുണ്ടോ? സിജു, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ തന്നെ യോഗി ആദിത്യനാഥിനെ ഒഴിവാക്കാനുള്ള പല നീക്കങ്ങളും ബി.ജെ.പിയിൽ നിന്ന് പ്രത്യേകിച്ച് അമിത്ഷായുടെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന വിമർശനം വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ അതിന് അടിവരയിടുന്ന സമാന സാഹചര്യം തന്നെയാണ് ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ യോഗി ആദിത്യനാഥിനെതിരെ വലിയ തരത്തിലുള്ള പരസ്യ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടിയത് ഉത്തർപ്രദേശിൽ നേരിട്ട പരാജയം എന്ന് പറയുന്നത് അമിത ആത്മവിശ്വാസത്തെ തുടർന്നുള്ള പരാജയമാണ് ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ്. പക്ഷേ ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് പല നേതാക്കളും പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അടക്കം വർക്കിംഗ് കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടിയത് പാർട്ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മുകളിലാണ് എന്നൊരു കാര്യം പല നേതാക്കളും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനു പുറമെ വർക്കിംഗ് കമ്മിറ്റിയിൽ വന്ന ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ടുകൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ പല നീക്കങ്ങളും വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഉത്തർപ്രദേശ് ബി.ജെ.പി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നിലവിൽ ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ വലിയ തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇരുവരും പാർട്ടി യോഗി ആദിത്യനാഥിനെതിരെ തിരിയുന്നു. പാർട്ടി ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ യോഗി ആദിത്യനാഥിനെതിരെ തിരിയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആദിത്യനാഥിനെതിരെ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള പടയൊരുക്കമെന്ന് തന്നെ പറയാനും കഴിയുന്നുണ്ട്. ആദിത്യനാഥിൻ്റെ ഭാവി എണ്ണപ്പെട്ടുവോ നിലവിൽ? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജയിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ ഏകദേശം 2-3 മാസത്തിനകം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ഒരു കാര്യം പല നേതാക്കളും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഏറെക്കുറെ ഒരു യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിലവിൽ യോഗി ആദിത്യനാഥിനെതിരെ വലിയ തലത്തിലുള്ള പടയൊരുക്കം തന്നെയാണ് ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യമടക്കം വരുന്ന ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ നിന്നും ഉയർന്നു വരുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യു.പി ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കം. ഉപമുഖ്യമന്ത്രിയും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ളവർ യോഗി ആദിത്യനാഥിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകിയത്.